എല്ലാവർക്കും നമസ്കാരം. സാറ് നാസിക്കിലെ ഹരിതസഞ്ജീവനി ടീമിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ 2026 അല്ലെ, 2025 കഴിഞ്ഞ് 26 ഇസ്കാബി ഫീച്ചർ സെറ്റ്സ് ടീം ഹരിതസഞ്ജീവനി തന്നെ സാർ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗുരുകുൽ. ഗുരുകുൽ എന്ന് പറയുന്ന രാവിലെ TCG നമ്മുടെ കമ്പനിയുടെ MD നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം. ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ കമ്പനിയുടെ ഒരു MD എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരിക്കലും ഇവിടെ ഒരു പ്രൊഡക്റ്റ് ബിസിനസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് സെയിൽ ഉദ്ദേശമല്ല അദ്ദേഹം സംസാരിക്കാറ്. അദ്ദേഹം സംസാരിക്കുന്നത് നമ്മുടെ എന്താ പറയാ, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട നല്ല പ്രവൃത്തികൾ, നമുക്ക് ഉള്ള നല്ല അറിവുകൾ, അല്ലെ, നമ്മുടെ സമൂഹത്തിൽ നല്ല ജീവികളാവുക, നമ്മൾ സേവനം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരത്തെ കുറിച്ചെല്ലാമാണ് നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല സിസ്റ്റം, കുറെ അറിവുകൾ തരുന്ന ഒരു കാര്യമാണ് ഗുരുകുൽ. തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അത് പ്രയോജനം ചെയ്യും. അത് ഹിന്ദിയിൽ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും സംബന്ധിച്ച് നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കയറാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമുക്ക് 2026 മിഷൻ ഗുഡ് ഹെൽത്ത് ടു ആൾ, അതായത് നമ്മൾ എന്താ പറയാ, ഞാൻ എന്റെ മാത്രം ആരോഗ്യത്തെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മറ്റുള്ള ആരോഗ്യത്തെ കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം അതാണ് ആർസിന്റെ പ്രത്യേകത. അതിനായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. മിഷൻ സ്വസ്ഥ ക്രാന്തി 2026 അതിൽ 3 കാര്യങ്ങൾ നമ്മൾ ഊന്നലായിട്ട് കൊടുക്കുന്നു. ഒന്ന്, നമ്മൾ ജൈവ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം. കാരണം എന്തുകൊണ്ടാ, നമ്മളെ മണ്ണ് നമുക്ക് വേണം, അല്ലെ, നമുക്ക് ശേഷവും നമുക്ക് നല്ലൊരു മണ്ണ് നമുക്കിവിടെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർഗാനിക് ഫാമിങ്ങിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ഓരോ വീടുകളിലും ഒരു കിച്ചൺ ഗാർഡൻ, ഓരോ വീടിലും ഒരു കിച്ചൺ ഗാർഡൻ. ഇതിൽ ഞാൻ പറയുന്ന ഒരു ചെറിയ എക്സ്ട്രാ പേവ്, ഇത് സാറ് പറഞ്ഞതല്ല, നമ്മൾ നമ്മളെ വീടുകളിൽ ഒരു കിച്ചൺ ഗാർഡൻ ചെയ്യുകയും, കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ആഴ്ച നമ്മളിത് പറഞ്ഞിരുന്നു, നമുക്ക് പരിചയമുള്ള ഒരാളിനെ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ നമ്മൾ കിച്ചൺ ഗാർഡൻ ചെയ്യിപ്പിക്കും. അത് RCM ID ഹോൾഡർ വീട്ടിലായിരിക്കരുത്. RCM ID ഇല്ലാത്ത ഒരു പുതിയ ആളിനെ കൊണ്ട് നമ്മൾ കിച്ചൺ ഗാർഡൻ ചെയ്യിക്കണം. വളരെ സിമ്പിളാണ്. ഒരു 10-20 ഗ്രോ ബാഗ്, ഒരു 15 ഗ്രോ ബാഗെങ്കിലും വാങ്ങി നമ്മൾ കൊടുത്താൽ നമുക്ക് 2 ഗാർഡൻ ഗോൾഡ് നിൽക്കാൻ പറ്റും, അല്ലെ. ഗാർഡൻ ഗോൾഡ് കൊടുക്കുമ്പോൾ എന്താണ് ആ പ്രൊഡക്റ്റ്, അല്ലെ, ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മറ്റു പ്രൊഡക്റ്റുകൾ, നിങ്ങളിൽ വേറെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉള്ളതെന്ന് ചോദിക്കാൻ ഒരു അവസരം ക്രിയേറ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഈ പറഞ്ഞ കൃഷി, അല്ലെ, നല്ല ആഹാരം, അപ്പൊ നമ്മളെ സംബന്ധിച്ച് വിഷരഹിതമായ ആഹാരം കഴിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കിച്ചൺ ഗാർഡൻ ചെയ്യുകയാണ് ഏറ്റവും നല്ല മാർഗം. അല്ലാതെ മറ്റു മാർഗം ഉണ്ടോ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വിഷരഹിതമായ ആരോഗ്യം എന്തുകൊണ്ടാണ് ഇതിന് മുൻതൂക്കം കൊടുക്കണം എന്ന് പറയാൻ കാരണം, നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഇന്ന് പല ആൾക്കാരെയും നമ്മൾ പരിചയപ്പെടുമ്പോൾ പലരും രോഗങ്ങൾ കൊണ്ട് സഫർ ചെയ്യുന്നവരാണ്. ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണോടിച്ചാൽ രോഗം, അല്ലെ, പല പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് എന്താ പറയാ, അവരുടെ അവകാശമാണ് നല്ല ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നല്ല ആഹാരം കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമുക്ക് ഓരോ വീടുകളിലും നമുക്കൊരു കിച്ചൺ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്താൽ അത് നല്ലതാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒപ്പം ഇന്ന് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കൃഷിഭവൻ വഴി ഇന്ന് തൈയെല്ലാം കൊടുക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഒരു ബുദ്ധിമുട്ടില്ല. ഗ്രോ ബാഗ്, അല്ലെ, ഒരു 10-20 ഗ്രോ ബാഗ് വാങ്ങുക. വഴുതണ, തക്കാളി, അല്ലെ, ഇതുപോലെ പച്ചമുളക്, ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ അതിന്റെ രുചി ഒന്ന് വേറെയാണ്. ഒരു കാരണവശാലും മാർക്കറ്റിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടത്തേയില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്? ചെറിയ ഒരു പറയില്ലേ, ഡെയിലി ഒരു 10 മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി ചിലവഴിച്ച് ഒരു ദിവസം, അതായത് തുടക്കം ഒരു പക്ഷെ ഒരു 4-5 മണിക്കൂർ നമുക്ക് വേണ്ടി വന്നേക്കാം. കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യണം, കുറച്ച് തൈകൾ വാങ്ങി വെക്കണം. അതിനുശേഷം മെയിൻ്റെനൻസ് വളരെ എളുപ്പമാണ്. ഗാർഡൻ ഗോൾഡ് സോയിൽ ഹെൽത്തും അല്ലാതെ വേറെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ ഇപ്പൊ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പുതിയ വണ്ടർഫുൾ പ്രൊഡക്റ്റ്, പുതിയതെന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. വീണ്ടും അത് അവൈലബിൾ ആണ്. നിങ്ങൾ ഡിമാൻഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള POCക്കാരോട് പറഞ്ഞാൽ അവരത് നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. ഇതിൽ വരുന്നില്ലെങ്കിൽ ഞാനത് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്താ പറയാ, 3 കാര്യങ്ങൾ: ഓർഗാനിക് ഫാമിംഗ്, രണ്ടാമത്തെ നമ്മുടെ ഓരോ വീടുകളിലെയും ഹർഘർ കിച്ചൺ ഗാർഡൻ, പിന്നെന്താണ് നമുക്ക് വിഷരഹിത ജഗർ മുക്തി സബ്ജിയോ, അല്ലെ, ഈ സാധനങ്ങൾ നമുക്ക് ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മറ്റ് 1-2 കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും മനുഷ്യന് വേണ്ട
മനുഷ്യന് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ വേണ്ട പോഷകങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? മണ്ണിൽ നിന്ന്. അപ്പൊ മണ്ണും നമ്മുടെ മനുഷ്യരുള്ളൊരു ബന്ധമാണ് ഒരു കാര്യം. നമ്മുടെ ഒരു എക്കോസിസ്റ്റം. നമ്മൾ ഓർക്കുക, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പ്ലാന്റ് കിട്ടുള്ളൂ. പ്ലാന്റിന് ആരോഗ്യം ഉണ്ടെങ്കിലേ മനുഷ്യന് ആരോഗ്യം ഉണ്ടുള്ളൂ. ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം ഇവിടെയാണ്. അപ്പൊ ബേസിക്കലി നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണ്, നമ്മുടെ സോയിൽ ഹെൽത്തി ആവണം. നമ്മുടെ മണ്ണ് ഹെൽത്തി ആണെങ്കിലേ നമുക്ക് അവിടെ നല്ല ഹെൽത്തി എന്താ പറയാ വൃക്ഷങ്ങൾ, തൈകൾ, ചെടികൾ ഉണ്ടാവുള്ളൂ. നല്ല ഹെൽത്തി ചെടികൾ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് അടിസ്ഥാനപരമായി നമ്മുടെ എക്കോ സിസ്റ്റമാണ്. നെക്സ്റ്റ്, ഓക്കെ, ഈ ആലോചിക്കുക, മനുഷ്യന് വേണ്ട എല്ലാവിധ പോഷക തത്വങ്ങളും മണ്ണിലാണ് അതിന്റെ ഉറവിടം. അതിന്റെ ഉറവിടം എവിടെയാണ്? മണ്ണിലാണ്. സോയിൽ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ന്യൂട്രീഷൻ, അല്ലെ? നമുക്ക് വേണ്ട, ഇവിടെ കാണാം, സോയിൽ ദ ഫൗണ്ടേഷൻ ഓഫ് ന്യൂട്രീഷൻ. മണ്ണിലുണ്ട് ഇതെല്ലാം. മണ്ണിൽ നമുക്ക് വേണ്ട എല്ലാ പോഷക തത്വങ്ങളും മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പോഷക തത്വങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ കൃഷി ചെയ്ത് ആ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിലൂടെയാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഇതൊരല്പം കഴിയുമ്പോൾ നിങ്ങൾ കാണും. ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സൈഡാണ് ഇനി വരാൻ പോകുന്നത്. ഇത് കാണിക്കാം. മണ്ണിനകത്തുള്ള അതായത് മനുഷ്യന് വേണ്ട എല്ലാവിധ വൈറ്റമിൻസ് ആൻഡ് മിനറൽസും മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ചെടി കൃഷി ചെയ്യുമ്പോൾ ആ ചെടിയിലൂടെ നമുക്ക് ലഭിക്കും. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഇവിടെ കാണിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ, പ്ലീസ് ഇനി വരുന്ന 2 സ്ലൈഡുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട 2 സ്ലൈഡുകളാണ് ഇനി കാണുന്നത്. ഓക്കെ, ഇത് ആദ്യത്തെ സ്ലൈഡ്. അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഐഡിയൽ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട്. അതായത് അത്യാവശ്യം നമ്മുടെ മണ്ണ് എന്താ പറയാ ഉൽപാദനം നടക്കണമെങ്കിൽ കൃഷിക്ക് യോഗ്യമായ മണ്ണിന്റെ ഒരു ഐഡിയൽ റേഞ്ച് ആണ് താഴെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ pH 6.5 മുതൽ 7.5. ഈസി ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ആണ്, അത് നമുക്ക് വിടാം. അത് കഴിഞ്ഞാൽ ഓർഗാനിക് കാർബന്റെ അളവ് 0.75 to 1.25 വരെ ആകണം. ഓർഗാനിക് കാർബൺ. നൈട്രജൻ ഒരു ഹെക്ടറിന് 280 മുതൽ 560 വരെ ആകണം. ഫോസ്ഫറസ് ഒരു ഹെക്ടറിന് 22 മുതൽ 56 കിലോഗ്രാം വരെ ആകണം. പൊട്ടാഷ് അതെല്ലാം ഒരു ഹെക്ടറിലാണ്. എന്നാൽ സൾഫർ, സിങ്ക്, ബോറോൺ, അല്ലെ, അയൺ എല്ലാം ഇത് ഇത്രയും ppm തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു യഥാർത്ഥ കാര്യം മറ്റൊന്നുമല്ല. ഈ 2026 റിപ്പോർട്ട് പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറന്റ് സ്റ്റാറ്റസ് കാണിച്ചിരിക്കുകയാണ്. നമ്മളെ മണ്ണില് എന്താണ്, നമ്മളെ മണ്ണ് എന്താണെന്നാ കാണിച്ചിരിക്കുന്നത്. pH ഒരല്പം കൂടി, അതായത് നമുക്ക് കാണാം 7.8 എന്ന് പറഞ്ഞാൽ 7ന് മുകളിലാകുമ്പോൾ ആൽക്കലിയിലേക്ക് പോകുന്നു. അപ്പൊ ആൽക്കലിക് നേച്ചറിലേക്ക് മണ്ണിലെ pH മാറും. ഓർഗാനിക് കാർബണിന്റെ അളവ് എത്രയായിരുന്നു വേണ്ടത്? 0.75 മുതൽ 1.25 വരെ. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാവും, ഏകദേശം 1 ആണ് ഐഡിയൽ, അല്ലെ? ഒന്നെങ്കിലും വേണ്ടത് 0.5 താഴെ, അതായത് 0.48. ഈ ഫിഗർ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിക്കൊള്ളണം. ഇതെന്താണ്? 0.48. ഇതിന് താഴോട്ട് പോകുമ്പോൾ നൈട്രജൻ കുറഞ്ഞ് ലോ ആയി. ഫോസ്ഫറസ് മീഡിയം 18 ഉണ്ട്. അത് കഴിഞ്ഞാൽ പൊട്ടാഷ് 135 ഏകദേശം മീഡിയം റേഞ്ചിലുണ്ട്. എന്നാൽ സൾഫർ, സിങ്ക്, ബോറോൺ, അല്ലെ, ഇതെല്ലാം ലോ ആണ്, വളരെ കുറഞ്ഞിരിക്കുന്നു. ഈ കുറഞ്ഞ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ആ റിസൾട്ടാണ് കാണാൻ പോണത്. കുറഞ്ഞ, അതായത് പൊട്ടാസ്യം, സൾഫറും, സിങ്കും ഒക്കെ കുറഞ്ഞ മണ്ണില് നമ്മൾ കൃഷി ചെയ്തിട്ട് ഇതെല്ലാം നമുക്ക് ചെടിയിലൂടെ കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നടക്കാതെ വരും. അതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിക്കേണ്ടി വന്നിരിക്കും. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും മണ്ണിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഡേഞ്ചറസിലാണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ pH-ഉം ഓർഗാനിക് കാർബണിലുള്ള വ്യത്യാസം കൊണ്ടുള്ള ദോഷം എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഓർഗാനിക് കാർബണിന്റെ അളവ് 0.8 ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം, കർഷകർ ശ്രദ്ധിക്കുക, ഇത് ഓർഗാനിക് കാർബണിന്റെ അളവ് 0.8 വരെ ഉണ്ടെങ്കിൽ മണ്ണിൽ നമ്മൾ വളം കൊടുത്താൽ ഒരു 80 മുതൽ 90% വരെ ആ വളം എന്ത് ചെയ്യും? മണ്ണ് അബ്സോർബ് ചെയ്യും, അഥവാ ചെടികളിലേക്ക് ലഭിക്കും. ഓർഗാനിക് കാർബണിന്റെ അളവ് 0.5 മുതൽ 0.75 വരെ, അതായത് 0.5ന് മുകളിലുണ്ടെങ്കിൽ ഒരു 50% മുതൽ 60% വരെ നമ്മൾ എന്ത് ചെയ്യും? മണ്ണ് എന്ത് ചെയ്യും? ഈ നമ്മൾ കൊടുക്കുന്ന വളം ചെടിയിലേക്ക് കിട്ടും. ഓർഗാനിക് കാർബണിന്റെ അളവ് 5ൽ താഴെ 0.5 അതിന്റെ താഴെയാണെങ്കിൽ നമ്മുടെ എത്രയായിരുന്നു പ്രസന്റ് സിറ്റുവേഷൻ? 0.48. നമ്മൾ വളം കൊടുത്താൽ 20 മുതൽ 30% വരെ മാത്രമേ എന്തെടുക്കുള്ളൂ? ചെടിക്ക് ലഭിക്കുള്ളൂ. മണ്ണിലൂടെ വളം മണ്ണിൽ കിടക്കും.
കർഷകർ എന്ത് ചെയ്യുന്നു? ഇഷ്ടം പോലെ വളപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവര് ഗുണം കിട്ടാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും എന്താ പറയാ വളത്തിന്റെ ഉപയോഗം എന്താ പറയാ മണ്ണിൽ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. സാധാരണ കൊടുക്കുന്ന 50 കിലോയ്ക്ക് പകരം 100-150 കിലോ വളം പ്രയോഗം നമ്മൾ പല കർഷകരും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മണ്ണിലെ ഓർഗാനിക് കാർബൺ കുറഞ്ഞതാണ് കാരണം. ഇനി നെക്സ്റ്റ് പി എച്ച് കുറഞ്ഞാൽ അല്ലെങ്കിൽ പി എച്ച് കൂടിയാൽ എന്ത് സംഭവിക്കണം? 0.75 to 0.85, അതായത് നമ്മൾ ഐഡിയൽ പി എച്ച് കണ്ടിരുന്നു 6.5 to 7.5 എന്നുള്ളതാണ് നമുക്ക് ഐഡിയൽ പി എച്ച് വാല്യൂ. എന്നാൽ 7.5 to 8.5 ആൽക്കലി നേച്ചറിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഈ പൊട്ടാഷ്യം, സിങ്ക്, അയൺ, മെഗ്നീഷ്യം, മാംഗനീസ് ഇതെല്ലാം കൂടി എന്ത് ചെയ്യും? ഒരു കോംപ്ലക്സ് ഫോമിൽ രൂപം എന്നുവെച്ചാൽ അവര് തമ്മിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. അത് മണ്ണിൽ നിന്ന് എന്താ പറയുക ചെടിയിലേക്ക് ലഭിക്കില്ല, മണ്ണിൽ മാത്രം അവൈലബിൾ ആയിട്ട് കിടക്കും. 0.85 മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചെറിക്കുള്ള സൂക്ഷ്മ എന്താ പറയാ ഈ മൈക്രോ ന്യൂട്രീഷൻസ് ഒന്നും ചെടിക്ക് ലഭിക്കാത്ത രീതിയിൽ അവർ വീണ്ടും അവരുടേതായ രീതിയിൽ ബോണ്ട് അഥവാ കോംപ്ലക്സ് ഫോം ആവും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഫലത്തിൽ ചെടിക്ക് വേണ്ട പോഷക തത്വങ്ങൾ ലഭിക്കാതെ വരും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡാറ്റ കൃത്യമായിട്ട് ആലോചിക്കുകയും ഇതിനുള്ള പരിഹാരമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് ഒരു കൃഷിയിടത്തിൽ ഒരു വയലിൽ അദ്ദേഹം ജമാൽ എന്ന് പറഞ്ഞ 35 വർഷമായിട്ട് രാസവളം ഉപയോഗിച്ചിരുന്ന ആളില് ആ ഒരു വ്യത്യാസം കണ്ടെത്തിയത് ഇതുകൊണ്ടാണ്. കാരണം എന്താ? അതിന്റെ കാരണം നമ്മൾ തീർച്ചയായിട്ടും വലിയ. ഇനി നമുക്ക് കാണാം ഐഡിൽ മണ്ണിൽ കുറിച്ച് പറഞ്ഞത് എന്താണ്? 45% അവിടെ വേണ്ടത് മിനറൽസ് ആണ്. 5% ഓർഗാനിക് കാർബൺ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മണ്ണ്. 25% അവിടെ എയറും 25% നമ്മുടെ മോയ്സ്ചർ അഥവാ വെള്ളവും നമ്മൾ പറയും. ഇതായിരിക്കണം ഒരു ഐഡിൽ അതായത് മണ്ണിന്റെ ഘടന. ഇവിടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 0.5% മാത്രമേ ഓർഗാനിക് കാർബൺ, അവിടെ 15% മാത്രമായിട്ട് നമ്മളെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു, നമ്മളെ എയറിൽ അതായത് എയർ പാസ് ചെയ്യുന്ന മണ്ണെന്ന് കട്ടിയായി അല്ലെ, മോയ്സ്ചർ കണ്ടന്റ് അഥവാ നമുക്ക് എയർ സ്പേസ് കുറഞ്ഞു. ഇതിൽ 50 കാണിച്ച് ഏകദേശം 69% എന്തായി? ഈ പറഞ്ഞ മിനറൽസ് ആയി. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മുടെ പി എച്ച് വ്യത്യാസം വന്നിട്ട് ഈ മിനറൽസ് ഒരു കോംപ്ലക്സ് ഫോമിൽ ഇരിക്കുകയാണ്, ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പൊ ആലോചിക്കുക, കറണ്ട് സിറ്റുവേഷൻ നമുക്ക് വളരെ മോശമായ അവസ്ഥയാണ് മണ്ണിനുള്ളത്. മണ്ണിൽ നിന്ന് ജീവനുകളില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യം ഓർഗാനിക് കാർബണിന്റെ അളവ് കൂട്ടുക എന്നതാണ്. അതിന് ചെയ്യാൻ പറ്റുന്ന 2-3 പ്രൊഡക്ട്സ് പറയണമെങ്കിൽ, ഒന്ന് ഗാർഡൻ ഗോൾഡ്, മറ്റ് 2 പ്രോഡക്റ്റുകൾ ഹരിതസേനി സ്റ്റേ നമ്പർ 1 ആൻഡ് സോയിൽ ഹെൽത്ത്. ഇത് നമ്മൾ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ മണ്ണിലെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിക്കും. അത് പ്രകാരം എന്ത് ചെയ്യും? മണ്ണ് ഫലഭൂഷ്ടിയായ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, ഒരു എന്താ പറയാ ആരോഗ്യപരമായ അല്ലെങ്കിൽ നല്ല ഒരു വിളവ് നമ്മൾ ഉത്പാദിപ്പിക്കണമെങ്കിൽ ഇവിടെ ആദ്യ സൈഡ് കാണിച്ചിട്ടുണ്ട്. പ്ലാന്റിന്റെ ഹെൽത്ത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഒന്ന് നമ്മുടെ മണ്ണിന്റെ ആരോഗ്യം, രണ്ടാമത്തത് നമ്മുടെ വെള്ളത്തിന്റെ അല്ലെ മെച്ചപ്പെട്ട നല്ല വെള്ളം നമ്മൾ കൊടുക്കാൻ സാധിച്ചാലേ നമുക്കൊരു നല്ല വിളവ് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി കുറച്ചുകൂടി ഇത് പ്ലാന്റ് ഹെൽത്ത് ആണ് അല്ലെ, കുറച്ചുകൂടി ഹെൽത്ത് ആസ്പെക്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി പ്ലാന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർക്ക് ഇന്ന് പോഷക തത്വങ്ങൾ വേണം എന്ന് പറഞ്ഞ രീതിയിൽ ചെടിക്ക് എന്താണ് വേണ്ടത്? ഒരു ചെടിയെ സംബന്ധിച്ച് നല്ല ഉൽപാദനം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ന്യൂട്രീഷൻ മാനേജ്മെന്റ് നമുക്ക് ഉണ്ടാവണം. ഡിസീസ് രോഗങ്ങൾ വരാൻ നമുക്ക് ശ്രദ്ധിക്കണം. പിന്നെന്താണ്? കീടങ്ങളെ ശല്യമില്ലാതെ നമ്മൾ അതായത് പെസ്റ്റ് മാനേജ്മെന്റ്, ഡിസീസ് മാനേജ്മെന്റ് അതിന് ന്യൂട്രീഷൻ മാനേജ്മെന്റ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് സാധിച്ചാലേ നമ്മളെ ഹെൽത്തി പ്ലാന്റ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിളവ് നമുക്ക് കിട്ടുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള വിളവ് കഴിച്ചാൽ മാത്രമേ മനുഷ്യന് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. റൈറ്റ് സർ? ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു തീർത്തത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? നമുക്ക് ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മുടെ ആരോഗ്യത്തിന് ആധാരം എന്ന് പറഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറയുവാണ്. ഇവിടെ നോക്കണം, നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടം പോലെ രാസവളങ്ങൾ പ്രയോഗിക്കുന്നു. മണ്ണിൽ സോയിൽ ഇറക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും അങ്ങനെ പോസിബിൾ അല്ലെങ്കിലും പലയിടങ്ങളിലും നമുക്ക് കാണാം ഹില്ലി ഏരിയകളിലൊക്കെ എന്ത് സംഭവിക്കുന്നു? മണ്ണ് അല്ലെ സോയിൽ ഇറക്ഷൻ നടക്കുമ്പോൾ മേൽമണ്ണ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരും. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ നല്ല അതായത് മനുഷ്യന് അനുയോജ്യമായ പോഷക തത്വങ്ങളെല്ലാം ഉള്ളത് മണ്ണിന്റെ ഒരു ചെറിയ ലെയർ മുകളിലുള്ളതിലാണ്.
അതാണ് അനുയോജ്യമായ മണ്ണ്. എന്നാൽ അത് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അതേപോലെയുള്ള സിംഗിൾ ക്രോപ്പ് പാറ്റേൺ, നമ്മൾ പലരും ഇന്ന് എന്താ പറയാ, നെൽകൃഷി ആണെങ്കിൽ എന്ന് നെൽകൃഷി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാഴകൃഷി ആണെങ്കിൽ വാഴകൃഷി മാത്രം. പണ്ട് ഉള്ള ആൾക്കാർ അങ്ങനെയല്ല പ്ലാൻ ചെയ്തിരുന്നത്. നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവര് പയർ കൃഷി ചെയ്യും. എന്തിനാണ്? അവർക്കറിയാം പയർ കൃഷി ചെയ്താൽ അതിന്റെ വേരിലൂടെ മണ്ണിൽ നൈട്രജൻ ലഭിക്കുമായിരുന്നു, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ന് പാലിക്കാത്തത് കൊണ്ട് മാത്രമല്ല, മറ്റൊരു പ്രശ്നം എന്താണ്, നമ്മൾ മണ്ണിലിട്ട് തന്നെ ഇത് സാധനങ്ങൾ കരിച്ചു കളയുന്ന ഒരു അവസ്ഥയും നമുക്കുന്നുണ്ട്. കാരണം മണ്ണിന്റെ ആരോഗ്യം, ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ ഇതെല്ലാം കൂടെ ഇട്ട് കരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മണ്ണില്, അല്ലെ, നമ്മളെ വീടും പോലെയാണ്. മണ്ണിലുള്ള മൈക്രോ അതായത് ജീവാണുക്കൾ അവര് നശിച്ചു പോകില്ലേ? അപ്പൊ കഴിയുന്നതും നമ്മൾ മണ്ണില്, അല്ലെ, ഇതെല്ലാം കൂടെ തൂത്തുവാരി കരിക്കുന്ന ഒരു സംവിധാനം പലരും ചെയ്യാറുണ്ട്. അത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ എന്താ പറയാ ആരോഗ്യത്തിന് വല്ലാതെ ബാധിക്കുന്നു. ഇനി നെക്സ്റ്റ് കാര്യം, ഇന്നത്തെ അവസ്ഥയിൽ എന്താണ് പ്രശ്നം? കർഷകന് ആവശ്യമുള്ള ഒരു അറിവ് ഇന്ന് കിട്ടാനുള്ള ഇടമില്ല, അല്ലെ? നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് ലാഗ് ആവുന്നുണ്ട് പലപ്പോഴും. എന്ന് ചോദിക്കും, കൃഷി ഓഫീസുകളില്ലേ? ഉണ്ട്. അവിടെ പോലും പലരും കൃഷി ഓഫീസർ ആണ് അവർ പോലും കൃഷിക്കാരോടാണ് ചോദിക്കുന്നത്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നൊരു അവസ്ഥയിലാണ്. ഒപ്പം തന്നെ കർഷകർ എന്ത് ചെയ്യുക, ഇതൊക്കെ കേട്ട് ഒരു മടുപ്പിലാണ്. ഇനി ഇത് എന്ത് ചെയ്യുക, എന്തൊക്കെ ചെയ്തിട്ടും രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലാണ് കർഷകന്റെ നിലപാട്. പിന്നെ അവര് ഇഷ്ടംപോലെ വളം, അല്ലെ, അധികം വളം ഉപയോഗിക്കുന്നു. അവർക്ക് ഇന്ന് അവര് പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ടും കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഉൽപാദനം കുറയുന്നു, അവരുടെ ചർച്ച അഥവാ ചെലവ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലൂടെയാണ് കർഷകൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതാണ് കർഷകന്റെ അവസ്ഥ. എന്താണ് പരിഹാരം, അല്ലെ? നമുക്ക് പ്രശ്നങ്ങളേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് പരിഹാരമാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ആൻസർ, നമ്മുടെ ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ജൈവ വളം 500 ഗ്രാമാണ്. നമ്മുടെ കയ്യിലുള്ള ഏക വളം എന്ന് പറയുന്ന വെറും ഗാർഡൻ ഗോൾഡ് മാത്രമാണ്. 500 ഗ്രാം പാക്കറ്റാണ്. MRP 120, അതിന്റെ DP 103 അതിൽ 100 എന്ന് എഴുതിയേക്കുന്നത് തെറ്റാണ്, 75 PV ആണ്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. ഈ ഗാർഡൻ ഗോൾഡ് എന്തിനൊക്കെ ഉപയോഗിക്കാം? നമ്മുടെ വീട്ടിലുള്ള എല്ലാ ടൈപ്പ് വിളവുകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഗാർഡൻ ഗോൾഡ്. 100% ജൈവമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാണാം, 100% ജൈവ വളമാണ്. എല്ലാ ടൈപ്പ് വിളകൾക്കും നമുക്ക് ആവശ്യം എന്താണ്? വിഷരഹിത പച്ചക്കറിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജൈവ കൃഷിയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു വലിയ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് 100 ഗ്രാം. ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ അഞ്ച് ഗ്രോ ബാഗിൽ ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. കാരണം 500 ഗ്രാമിന്റെ പാക്കറ്റാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഗാർഡൻ നിങ്ങൾക്ക് കാണാം, മിക്കവാറും മാക്സിമം കിച്ചൺ ഗാർഡൻ ആണ് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം കേരളത്തിന്റെ ടോപ്പിലെ അവസ്ഥാനം കാണിച്ച് കരിമ്പിരിക്കുന്നില്ല ഇപ്പുറത്തുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഇത് വെറും കിച്ചൺ ഗാർഡനോ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുന്ന ഗാർഡന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പവർ ജനറേറ്റിംഗ് പ്ലാന്റ്സുകളുണ്ട്, നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന പ്ലാന്റുകളുണ്ട്. ഇതിനൊക്കെ വേണ്ട. നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മുടെ മണി പ്ലാന്റ്, പീസ് ലില്ലി, ജാസ്മിൻ, ഇതുപോലുള്ള എല്ലാത്തിനും നമുക്ക് ലെമൺ ഗ്രാസ്, കൊറേൻഡർ, ഈ ലീവ്സ് തരുന്നതിനും എല്ലാ ടൈപ്പ് കൃഷികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏക പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഏക വളം, ഒരു ഏക ജൈവ വളം എന്ന് പറയുന്നത് ഹരിത സഞ്ജീവനിയുടെ ഗാർഡൻ ഗോൾഡ് ആണ്. അതിൽ ഈ നഴ്സറിയിൽ കാണിക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ കാണിച്ചിരുന്ന ഒരു വീഡിയോയിൽ ആ ജമാൽ എന്ന് പറഞ്ഞ കർഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ, അതായത് നെല്ല് പാകുമ്പോൾ പോലും അദ്ദേഹം ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് കൂടി മിക്സ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ആ നെല്ല് വളരെ പെട്ടെന്ന് വളരുകയും, അതായത് ഞാറ് അത് വളരെ പെട്ടെന്ന് പാകപ്പെട്ട് 28 ദിവസത്തിന് പകരം കുറച്ച് നേരത്തെ എടുത്ത് നടാനും കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അനുഭവമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നഴ്സറി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ല. ഒരു പാക്കറ്റിന് നമുക്ക് ആകെ 103 രൂപയാണ് നമുക്ക് വില വരുന്നത്. റൈറ്റ് സർ? ഒരു ഏക്കറിൽ നമ്മൾ ഉപയോഗിക്കുന്ന 10 പാക്കറ്റാണ്. ഒരു ഏക്കർ നമ്മൾ സാധാരണ എന്താ പറയാ 200 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ ഒരു നമ്മൾ ആവശ്യമുണ്ട്. ഇനി നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്.
അതിന്റെ പേരാണ് ഹരിതസേനയുടെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ. ശരി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലെ അവസ്ഥ നമ്മൾ കണ്ടു. അതിന് ശരിക്കുള്ള ഉത്തമ പരിഹാരമായ പ്രോഡക്റ്റ് ആണിത്. നമുക്ക് 250 ഗ്രാം 500 ഗ്രാം പാക്കറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. 250 ഗ്രാം അര ഏക്കറിനും 500 ഗ്രാം 1 ഏക്കറിനാണ് നമ്മൾ സാധാരണ കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കും. ഉദാഹരണം വയല് അങ്ങനെയുള്ള സ്ഥലത്ത്. എന്നാൽ മറ്റു കൃഷികൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഉദാഹരണം നമ്മുടെ തെങ്ങും തോട്ടം, റബ്ബർ തോട്ടം, അതല്ലെങ്കിൽ ഏലം, ഇങ്ങനെയുള്ള എന്താ പറയാ സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കുന്ന കൃഷികൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം വ്യത്യാസമുണ്ട്. അപ്പൊ സിമ്പിളായിട്ട് മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, ഒരു ചെടിയെ സംബന്ധിച്ച് അത്യാവശ്യം വലിയ ചെടിയാണെങ്കിൽ അതിന് 10 മുതൽ 20 ഗ്രാം വരെ നമ്മൾ ആ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുക. ഒരു 3 മുതൽ 4 പ്രാവശ്യം വരെയെങ്കിലും ഒരു വർഷത്തിൽ നമ്മളിത് മണ്ണിൽ പ്രയോഗിച്ചാൽ നമ്മുടെ മണ്ണ് ഏറ്റവും സൂപ്പർ മണ്ണാവും. അതിന്റെ 4 ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, നമ്മൾ മണ്ണിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വളത്തിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. മണ്ണിലുള്ള വളത്തിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, ഒരു 20-30%. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള മൈക്രോ ന്യൂട്രീഷ്യൻസ് അഥവാ മണ്ണിലുള്ള പോഷകങ്ങളെ ചെടിയിലേക്ക് ലഭിക്കാൻ ഇത് കാരണമാകുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, മണ്ണിലുള്ള ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിക്കും. കാരണം മണ്ണ് ഹ്യൂമസ് ആവും. മൂന്നാമത്തെ കാര്യം കാണിച്ചിട്ടുണ്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഹെൽത്തി ആയ നല്ല മണ്ണ് ഇത് വർദ്ധിപ്പിക്കും. കാരണം ഇത് ഇതിന്റെ ന്യൂട്രീഷൻ എഫിഷ്യൻസി എൻഹാൻസർ, ഇത് മണ്ണിലുള്ള ജീവാണുക്കൾക്ക് ആഹാരം ആയി മാറും. മണ്ണിലെ ഓർഗാനിക് കാർബൺ വർദ്ധിക്കുക എന്ന വഴി നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത വളം പ്രോപ്പറായിട്ട് അത് അബ്സോർബ് ചെയ്യും. നാലാമത്തത്, ഈ ചെടി ശരിയായ വിധം വളരുകയും ചെടിയിൽ നിന്ന് നമുക്ക് നല്ല ഉൽപാദനം കിട്ടാനും ഈ പറഞ്ഞ സോയിൽ ഹെൽത്ത് നമ്മളെ സഹായിക്കും. ഇത് ഒരു വർഷത്തിൽ നിങ്ങൾ 3 to 4 ടൈംസ് നിങ്ങളെ മണ്ണിൽ പ്രയോഗിച്ച് 3 വർഷം നിങ്ങൾ സോയിൽ ഹെൽത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങളെ മണ്ണ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ നമുക്ക് ഓർഗാനിക് കാർബന്റെ പ്രസൻസ് കാണാൻ സാധിക്കും. ഓർഗാനിക് കാർബൺ നിങ്ങൾ ഉദ്ദേശ രീതിയിൽ ഉയർന്നിട്ടില്ലെങ്കിൽ കമ്പനി അതിന്റെ പൈസ തിരിച്ചു തരാവുന്ന രീതിയിൽ പോലും നമ്മുടെ ഷിലോടെ സാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇനി കാണിച്ചിരിക്കുന്നത് ലോങ് ടൈം ഷോർട്ട് ടൈം ക്രോപ്പുകൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ രീതിയിലുള്ള എന്താ പറയാ ലോങ് ടൈം ക്രോപ്പുകളെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയാ 10 to 20 grams പെർ ഇതിന് ചെടിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഇപ്പൊ നമ്മുടെ അല്ലാതെ ഉപയോഗിക്കുന്ന ചെടികളെ സംബന്ധിച്ച് ഒരു 2 പ്രാവശ്യമെങ്കിലും വർഷത്തിൽ 2 ടൈംസ് എങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഇനി ചെറിയ ഒരു 3 to 4 months നമുക്ക് വിളവെടുക്കുന്ന കൃഷികൾക്ക് നമുക്ക് എന്താ പറയാ 500 ഗ്രാം 1 ഏക്കർ എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്താലും മതിയാവും. എന്ന് വെച്ചാൽ ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ വിളവെടുക്കുന്നത്. നെൽകൃഷിക്കൊക്കെയാണ് അത് നമ്മൾ സാധാരണ ഇതിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റുള്ള കൃഷികൾ പറഞ്ഞാൽ ചെറുകിട കൃഷികളെ പാവലും പടവലം ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും 1 ഏക്കറിന് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് മതിയാവും. എന്നാൽ നമ്മുടെ വലിയ പ്ലാന്റുകൾ എന്ന് വെച്ചാൽ തെങ്ങ്, കമുക് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ റബ്ബർ ഇങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ എന്താണ് വർഷത്തിൽ 3 to 4 ടൈംസ് 3 മുതൽ 4 പ്രാവശ്യം വരെയെങ്കിലും നമ്മൾ അത് യഥേഷ്ടം ഉപയോഗിക്കണം. 10 മുതൽ 20 ഗ്രാം ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇനി ഒരു റിയലി സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ പേര് ഫ്രൂട്ട് സ്പെഷ്യൽ എന്നാണ്. ശരിക്കും പറയണമെങ്കിൽ എന്താ പറയാ മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഫ്രൂട്ടിന് വേണ്ടിയുള്ളതാണെന്ന് തോന്നും. എന്നാൽ ഇത് ചെടിയിലേക്ക് വേണ്ട ന്യൂട്രീഷൻ കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ചെടിക്ക് വേണ്ട പോഷകങ്ങൾ അല്ലെങ്കിൽ പോഷകതത്വങ്ങൾ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫ്രൂട്ട് സ്പെഷ്യൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്പ്രേയിങ് ആണ്. 250 and 500 ഗ്രാം പാക്കറ്റാണ് നമുക്ക് ലഭ്യത. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് കൃഷിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണിത്. ഫ്രൂട്ടിന് വേണ്ടി മാത്രമല്ല, എല്ലാ ടൈപ്പ് കൃഷികളിലും അതിന്റെ ശരിയായ വിളവ്, ആ ചെടിയിൽ നിന്ന് ശരിയായ ഫലം ലഭിക്കാൻ, നല്ല സ്പെഷ്യലി ഉള്ള ഫ്രൂട്ട് കിട്ടാൻ. ഉദാഹരണം നമ്മൾ നെല്ലിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ അത് ആ നെൽ ഉൽപാദനം, പാല് എന്താ പറയാ നമ്മൾ പറയാ നെല്ലിന്റെ പതിരില്ലാത്തതും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പില്ല് ആയ നെല്ല് നമുക്ക് കിട്ടാൻ സഹായിക്കും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോങ് ടൈം ഷോർട്ട് ടൈം ക്രോപ്പുകൾക്കാണ്. ഇവിടെ നമുക്ക് 5 ടൈംസ് 3 ടൈംസും ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യാൻ പറയുന്നുണ്ട്. ഉദാഹരണം നമ്മളൊരു ചെറുകിട കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ, ഉദാഹരണം നെല്ലിനാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ തുടക്കത്തിൽ 1 ഗ്രാം വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യണം.
എങ്ങനെയാണ് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ചെടി കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ നമ്മൾ വീണ്ടും 1 ഗ്രാം കൊടുക്കണം. പിന്നെ ഉള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ചെടി എങ്ങാണ്ട് ഒരു യൗവന അവസ്ഥയിൽ എത്തുമ്പോൾ വീണ്ടും ഒരു 2 ഗ്രാം എന്ന തോതിൽ നമ്മൾ സ്പ്രേ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, അതിലെ അതിന്റെ കതിര് വരാൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ പറയാ, ശരിക്ക് ആ ചെടി ഫലം തരാൻ തുടങ്ങുന്ന സമയം തുടങ്ങുമ്പോൾ നമ്മൾ കൊടുക്കണം. ആ ചെടിയിൽ നിന്ന് ഫലം ശരിക്കും ഫ്രൂട്ട് സെറ്റിംഗ് സമയം, ആ സമയത്ത് നെല്ലെന്നറിയ ഒന്ന് വിരിഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ 2 ഗ്രാം എന്ന രീതിയിൽ 5 ടൈംസ്. ഇത് ഓരോ ചെടിക്കും അതിന്റെ ഗ്യാപ്പിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരും. ഒപ്പം അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ സ്പ്രേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് 1-2 ഗ്രാം വെച്ച് സ്പ്രേ ചെയ്യുന്ന ഇലയിലാണ്. വാഴ, നെല്ല് ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് വന്നിട്ട്, തെങ്ങ്, കമുക്, റബ്ബറിലൊന്നും നമുക്ക് സ്പ്രേയിങ് പോസിബിൾ അല്ല. അപ്പൊ സ്പ്രേയിങ് പോസിബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് പറയണം, ഒരു 25 മുതൽ 30 ഗ്രാം വരെയാണ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 20 ഗ്രാം എങ്കിലും അതിന്റെ ചുവട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡ്രഞ്ചിങ്ങോ അഥവാ അത് പോസിബിൾ അല്ലെങ്കിൽ കലക്കി ഒഴിച്ചാൽ അത് ഉറപ്പായിട്ട് നല്ല ഗുണം കിട്ടും. ഓക്കെ, നിങ്ങൾ ഡ്രിപ്സ് വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി അതൊന്നുമല്ല, നമ്മൾ വെറുതെ ഒരു 25 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം 20 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കി അതിന്റെ വേര് ചെടിയുടെ കാണത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, തെങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞ സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല നല്ല അടിപൊളി റിസൾട്ട് നമുക്ക്. കാരണം ഇന്ന് നമ്മുടെ തെങ്ങിന്റെ ഓലയിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ മഞ്ഞ നിറം നമുക്ക് കാണാൻ സാധിക്കും. അത് എങ്ങനെ മാറും, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ മണ്ണിലെ പോഷക ന്യൂനതയാണ് അത് കാണിക്കുന്നത്. എന്താ പരിഹാരം? നമ്മൾ ഒരു പ്രാവശ്യം ആദ്യമേ അതിനകത്ത് സോയിൽ ഹെൽത്ത് 20 ഗ്രാം നമ്മൾ ഒരു 10 മുതൽ 20 ലിറ്റർ വെള്ളത്തിൽ, ഏറ്റവും കുറഞ്ഞ 10 ലിറ്റർ കേട്ടോ, അത് 1 ലിറ്ററിൽ 2 ഗ്രാമിൽ കൂടുതൽ വരരുത്. അപ്പൊ 10 ലിറ്ററെങ്കിലും വെള്ളം നമുക്ക് വേണ്ടി വരും. അത് കലക്കി അതിന്റെ തെങ്ങിന്റെ ചുവട്ടിൽ വെറുതെ മണ്ണിലങ്ങ് ഒഴിക്കുക. 1 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അവിടെ എന്തൊഴിക്കാം, ഫ്രൂട്ട് സ്പെഷ്യൽ ഒഴിക്കാം. ആ ഫ്രൂട്ട് സ്പെഷ്യൽ നമ്മൾ ഒഴിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തെങ്ങിന്റെ ചുവട് ഒരൽപ്പം ഒന്ന് അകന്ന് വേര് കാണത്തക്ക വിധം ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം വേണം നമ്മൾ കൊടുക്കേണ്ടത്. 20 ഗ്രാം നമ്മുടെ ഫ്രൂട്ട് സ്പെഷ്യല് 20 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. അപ്പൊ ഈ മാസം നിങ്ങൾ സോയിൽ ഹെൽത്ത് കഴിഞ്ഞു, അടുത്ത മാസം ഫ്രൂട്ട് സ്പെഷ്യല്, അത് മാർച്ച്, ഏപ്രിൽ വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുക, മെയ് മാസം വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുക. അപ്പൊ എത്ര, 4 മാസമായി. 5-മത്തെ മാസം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ, ഫ്രൂട്ട് സ്പെഷ്യൽ, ഫ്രൂട്ട് സ്പെഷ്യൽ. അപ്പൊ എത്രയായി, 8 മാസമായി. 9, 10, 11, 12 മാസവും വീണ്ടും നിങ്ങൾ ഇതേ രീതി, കാരണം ഒരു പ്രാവശ്യം സോയിൽ ഹെൽത്തും പിന്നെ ഫ്രൂട്ട് സ്പെഷ്യൽ എന്ന രീതി നിങ്ങൾ തുറന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ തെങ്ങ് നിങ്ങൾ നോക്കിയാൽ അത്ഭുതപ്പെടുന്ന രീതിയിൽ തെങ്ങിന്റെ പച്ച പോലെ മാറും, അതായത് മഞ്ഞ നിറം മാറി പച്ചയിലേക്ക് മാറും. നമുക്ക് തെങ്ങിന്റെ ഫലം കിട്ടി തുടങ്ങും. ഒരുപക്ഷെ നിങ്ങളെ തെങ്ങിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു എന്താ പറയാ വെള്ള സ്പോട്ട് പോലെ പിടിച്ചിട്ടുണ്ട്, ഫംഗൽ ബാധയാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഡിഫന്റ് 10 ഗ്രാം വീതം നമ്മൾ 10 ദിവസം ഗ്യാപ്പിൽ, ശ്രദ്ധിക്കുക, 10 ദിവസം ഗ്യാപ്പിൽ ആ തെങ്ങിന്റെ ചുവട്ടിൽ 10 ഗ്രാം വീതം നിങ്ങൾ കലക്കി ഒഴിച്ചാൽ ഈ പ്രശ്നവും മാറിക്കിട്ടും. നല്ല രീതിയിൽ നമ്മളെ തെങ്ങ് കായ്ഫലം തരും. ഇടയ്ക്ക് നിങ്ങൾ ഗാർഡൻ ഗോൾഡ് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി മാറും. കാരണം അതൊരു വളമാണ്, ഇതൊക്കെ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ 2 പ്രോഡക്റ്റ് ആണ് ഇവിടെ കണ്ടത്. മറ്റുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും നമുക്കിന്ന് സമയക്കുറവുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് എന്താ പറയാ, മിലാപ്പ് ഉണ്ട്, അതേപോലെ നമുക്ക് സ്പ്രേമാക്സ് ഉണ്ട്, ഹരിതസേനയുടെ 4 അല്ലെ 4 ആപ്ലിക്കേഷൻ, സ്റ്റേജ് ആപ്ലിക്കേഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ 2 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് സെഷൻ ക്ലോസ് ചെയ്യും. കാരണം ഒന്ന്, അതിനകത്ത് ഡിഫൻഡ് ആണ്. ഡിഫൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ഡിസീസ് ഡിഫൻസീവ് സ്ട്രെങ്ത്, അതായത് ചെടിയുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വളരെ വിശേഷപ്പെട്ട പ്രോഡക്റ്റ് ആണ്. കാരണം ബാക്കിയുള്ള പ്രോഡക്റ്റ് എല്ലാം നമ്മൾ കോൺടാക്ട് ബേസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു ഇൻസൈഡർ എന്ന് പറയും. അതാ നമ്മൾ വേരിലാണ് കൊടുക്കുന്നതെങ്കിൽ വേരിലൂടെ സഞ്ചരിച്ച് ചെടിയുടെ എന്താ പറയാ ഇല വരെയും, ഇലയിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ സാധിച്ചാൽ അത് ഇലയിലൂടെ സഞ്ചരിച്ച് വേര് വരെയും കൊണ്ടെത്തിക്കും. നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ ഇഷ്ടം പോലെ ഇന്ന് എന്താ പറയാ പ്രശ്നങ്ങളുണ്ട്. അതായത് ചെടിക്ക് രോഗങ്ങൾ ബാധിക്കുന്നത് വൈറസ്, ഫംഗൽ, ബാക്ടീരിയ വഴിയാണ്. കൂടുതലും ഏറിയ പ്രശ്നവും നമുക്കുണ്ടാവുന്ന എന്താ പറയാ ഫംഗൽ ബാധയാണ്. നമ്മളെ ഫൈറ്റോതെറോ പോലെയുള്ള ഫംഗൽ രോഗങ്ങൾ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട്. കൂടുതലും നമ്മുടെ തെങ്ങിനെ പോലും ബാധിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, തെങ്ങിന് വെള്ള സ്പോട്ട് പോലെ ഇലയിൽ പറ്റി പിടിക്കുന്നത്,
തീർച്ചയായിട്ടും നമുക്ക് പ്രതിരോധിക്കാൻ ഈ പറഞ്ഞ ഈ ഡിഫൻഡ് നമ്മളെ സഹായിക്കും. ഒരു 10 ഗ്രാമാണ് നമ്മൾ അതിന്റെ ചുവട്ട് കൊടുക്കേണ്ടത്. ചെറിയ തൈ വൃക്ഷമാണെങ്കിൽ നമുക്കൊരു 5 ഗ്രാം, 5 മുതൽ 10 ഗ്രാം. നമ്മൾ സ്പ്രേ ആണ് ചെയ്യുന്നതെങ്കിൽ ഇലയിൽ 1 ലിറ്ററിന് 2 ഗ്രാം എന്ന തോതിൽ നമ്മൾ സ്പ്രേ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് പലപ്പോഴും ഇലയിൽ സ്പ്രേയിങ് പോസിബിൾ അല്ലാത്ത ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു 5 മുതൽ 10 ഗ്രാം. നമുക്ക് തെങ്ങിനെ സംബന്ധിച്ച് വലിയ വൃക്ഷമായതുകൊണ്ട് ഒരു 10 ഗ്രാമും, അത്യാവശ്യം ചെറിയ ചെറിയ തൈകളാണെങ്കിൽ നിങ്ങൾ ചുവട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 5 ഗ്രാമെങ്കിലും കൊടുക്കാതെ ഇതുകൊണ്ട് ഗുണമില്ല. ഒരു ചെടിയിൽ ഫംഗൽ ബാധ വരരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും മണ്ണിൽ കൊടുത്താലും ആ ഫംഗൽ രോഗം വരാതെ നമ്മളിത് സംരക്ഷിക്കും. എന്നാൽ ഫംഗൽ വന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ഒരു 10 ദിവസം ഗ്യാപ്പ് നമുക്കിത് കൊടുക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ ഈ പറഞ്ഞ ഡിഫൻഡ് സാധിക്കും. നമ്മളെ ചെടിയിൽ, അതായത് ഇതിന്റെ പ്രത്യേകത ഒരു 8-10 ദിവസമാണ് ചെടിയിൽ എഫക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇത് എന്ത് ചെയ്യും? ഇത് ഈ പറഞ്ഞ ഫംഗൽ ബാധ അല്ലെങ്കിൽ രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധിച്ചെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. പുതിയതായിട്ടുള്ള രോഗം വരുന്നതിൽ നിന്ന് എന്താ പറയുക, അതിനെ പ്രിവെന്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇത് മണ്ണിലേക്ക് ലയിച്ചൊരു വളമായിട്ട് മാറും. ഒരു 10 ദിവസത്തെ എഫക്റ്റ് മാത്രമേ നമുക്ക് ചെടിയിൽ ഉണ്ടാവൂ എന്ന് മാത്രമാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മളെ മണ്ണിലേക്ക് ലയിക്കുകയാണ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് റാപ്പിഡ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ നമ്മൾ കൃഷി ചെയ്താലും ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ സാഹചര്യത്തിൽ ഇഷ്ടം പോലെ എന്ത് വരുന്നു? പെസ്റ്റുകൾ, അല്ലെ, കീടങ്ങളുടെ ശല്യം നമുക്ക് വരും. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന കീടനാശിനിയാണെങ്കിൽ ഇതൊരു കീടനാശിനിയല്ല, പെസ്റ്റ് റിപ്പൽഷൻ ആണ്. ഞാൻ കാണിച്ച വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഭാഗത്തേക്ക് കീടങ്ങൾ വന്നിട്ടില്ല. കാരണം റാപ്പിഡ് നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 to 15 ഡേയ്സ് ഗ്യാപ്പിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ആ പാടത്തേക്കോ പറമ്പിലേക്കോ കീടങ്ങളെ ശല്യം വരുന്നില്ല. കാരണം ഇത് ഈ കീടങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു മണമാണ് തരുന്നത്. അപ്പൊ ഈ മണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? കീടങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്തില്ല. ബൈ ചാൻസിന് കീടങ്ങൾ വന്നു കഴിഞ്ഞാലോ എന്ത് ചെയ്യും? അത് മയങ്ങി താഴെ വീഴും, അല്ലെ? അങ്ങനെ മയങ്ങി താഴെ വീഴുമ്പോൾ അതിന്റെ ന്യൂറോ സിസ്റ്റം കേടാകുന്ന മാത്രമാണ് സംഭവിക്കുന്നത്. കീടങ്ങളെ കൊല്ലുന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ കീടങ്ങളെ നമ്മൾ കുഴിച്ചിടണം. തെങ്ങിലെ ചെല്ലിക്ക് പോലും ഇത് പലരും ഉപയോഗിക്കാറുണ്ട്. ചെല്ലിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1 ലിറ്ററിൽ 10 ml, അഥവാ നമ്മുടെ കീടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1 ലിറ്ററിൽ 2 ml എന്ന തോതിലാണ് കലക്കി നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ചെല്ലിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. തെങ്ങിന് ബാധിക്കുന്ന ചെല്ലിയുടെ പ്രശ്നം നമുക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഈ ചെടിയിൽ നമുക്ക് കീടങ്ങളുടെ ശല്യം ബാധിക്കാതിരിക്കണമെങ്കിൽ 2 ഗ്രാം എന്ന തോതിൽ. ഇനി ചെല്ലിയുടെ കാര്യമാണ് പറഞ്ഞത്. ചെല്ലിയുടെ പ്രശ്നം നമുക്ക് ഇല്ലാതാവണമെങ്കിൽ 1 ലിറ്ററിന് 10 ml എന്ന തോതിൽ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? തെങ്ങിന്റെ ഓലയുടെ ചുറ്റും നമ്മൾ സ്പ്രേ ചെയ്യുകയും അതെന്ത് ചെയ്യും? ഈ ചെല്ലി എല്ലാം കൂടെ പിറ്റേന്ന് മയങ്ങി താഴെ വീഴും. അങ്ങനെ മയങ്ങി താഴെ വീഴുമ്പോൾ അത് നമ്മുടെ അടുത്ത് കുഴിച്ചിടുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാകും. 1-2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 1 ലിറ്ററിൽ 2 ml എന്ന തോതിൽ നമ്മൾ കലക്കി ഒഴിച്ചാൽ മാത്രം മതി. ഓക്കെ സർ? यस सर। तो जाते जाते लहरों से डरकर नौका पार नहीं होती और कोशिश करने वालों की कभी हार नहीं होती। सभी साथियों को बहुत बहुत धन्यवाद. വഞ്ചി നമ്മൾ കടലിലേക്ക് ഇറക്കാതിരുന്ന ഒരു കാരണവശാലും നമുക്ക് മത്സ്യം നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എന്താ പറയാ, പരിശ്രമിക്കുന്നവർക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. നമ്മൾ പരിശ്രമിച്ചാൽ വിജയം നമ്മളോടൊപ്പം.